കോട്ടയം നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥിയെ റാഗിങ്ങിനിരയാക്കിയ സംഭവത്തിൽ 5 വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാൻ നഴ്സിംഗ് കൗൺസിൽ ഈ വിഷയം കോളേജ് അധികൃതരെ അറിയിക്കും. നഴ്സിംഗ് കൗൺസിലിന്റെ അടിയന്തര യോഗം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി ഇത്തരത്തിൽ പീഡിപ്പിച്ച മറ്റു വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് പല കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. എന്താണ് അവരുടെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം? സ്വാതി, യോഗം ഇപ്പോഴും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. ഈ യോഗത്തിന് ശേഷം ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ യോഗത്തിൻ്റെ ഏകദേശ സൂചന ലഭിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ഇപ്പോൾ ഈ റാഗിങ് ചെയ്ത 5 വിദ്യാർത്ഥികളെ പെർമനൻ്റായി അടിയന്തരമായി ഇവരെ തുടർ പഠനം സാധ്യമല്ലാത്ത രീതിയിൽ പഠനത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ഇപ്പോൾ നഴ്സിംഗ് കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. 5 വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയുകയും ഇതിനോടൊപ്പം ഈ വിവരം കോളേജ് അധികൃതരെ അറിയിക്കുകയും ചെയ്യും എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ നഴ്സിംഗ് കൗൺസിൽ ഭാരവാഹികൾ എത്തിയിരിക്കുന്നത്. നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അധികം രൂക്ഷ വിമർശനങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം അല്ലെങ്കിൽ പോലും ഒരു തടയൽ അല്ലെങ്കിൽ സമൂഹത്തിനൊരു പാഠം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നഴ്സിംഗ് കൗൺസിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഭാരവാഹികളുടെ യോഗം എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണും എന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രതികളായിട്ടുള്ള 5 വിദ്യാർത്ഥികൾ, കോട്ടയം സ്വദേശിയായിട്ടുള്ള സാമുവൽ, വിവേക്, ജീവ, റിജിൽജീത്, രാഹുൽ രാജ് എന്നിവർക്ക് ഇനി തുടർ പഠനം സാധ്യമല്ല. നഴ്സിംഗുമായി ബന്ധപ്പെട്ട് ഒരു കോളേജിലും നഴ്സിംഗ് പഠനം ഈ കേരളത്തിൽ ഒരു കോളേജിലും അവർക്ക് തുടരാൻ സാധിക്കില്ല. കാരണം നഴ്സിംഗ് കൗൺസിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്കാണ് കടക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവർ നിയമ നടപടിയും നേടേണ്ടി വരും. ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്കെതിരെ റാഗിംഗ് നിരോധന നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവരുടെ തുടർ പഠനം സാധ്യമാവില്ല. അതിനോടൊപ്പം തന്നെ നിയമ നടപടികൾ നേരിടേണ്ടി വരും. അതിനോടൊപ്പം തന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇത്തരത്തിലൊരു സൂചന നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഈ റാഗിംഗ് തടയുന്നതിൽ വീഴ്ച സംഭവിച്ചത് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചതിൻ്റെ ഭാഗമായി പ്രിൻസിപ്പളിനെയും മറ്റ് ചുമതലയുള്ള അസിസ്റ്റന്റ് വാർഡൻ ചുമതലയുള്ളവരെയും വിദ്യാഭ്യാസ മന്ത്രി സസ്പെൻഡ് ചെയ്തിരുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണും. ഇവരുടെ ഔദ്യോഗിക തീരുമാനം വിശദമാക്കുകയും ചെയ്യും. സ്വാതി. ശരി ഹാൻസ്, കോട്ടയം നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥിയെ റാഗിങ്ങിനിരയാക്കിയ സംഭവത്തിൽ 5 വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാൻ നഴ്സിംഗ് കൗൺസിൽ യോഗത്തിൽ അത്തരത്തിലൊരു തീരുമാനം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഹാൻസ് നൽകിയ വിവരം.